അതൊക്കെയാണ് നമ്മൾ ഓണത്തിൽ ഇടുന്നത്. പിന്നെ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി പാളിപ്പോയെന്ന് ഡൗട്ട് ഉണ്ട്. വെച്ചാൽ 2-3 ദിവസമായിട്ട് ബോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് കൂടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊന്ന് പോകുമ്പോഴത്തേക്കൊരു മാതിരിയാണ്. അപ്പോൾ വെക്കേഷൻ കൊള്ളൂലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഓണം കൊള്ളാമായിരുന്നു കേട്ടോ ഗൈസ്. നീ എന്ത് പറയും? ഓണം എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വെക്കേഷൻ എന്ന് പറയുന്നത് മാമന്റെ ആക്സിഡന്റ് കേസ് അത് മാത്രമല്ല, നമ്മൾ രണ്ടുപേർക്കും വെക്കേഷൻ ഇഷ്ടപ്പെടില്ല അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നേരത്തെ അവള് പറഞ്ഞു കേസ് വെക്കേഷൻ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ പറയുന്നത് വെക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ബോറായിരുന്നു. എനിക്ക് ബോറിങ്ങാണ്. ഞാൻ വീട്ടില് പട്ടീൻ്റെ കൂടെ പിന്നെ നമ്മള് സ്കൂളിൽ ഓണം ആഘോഷിച്ചു, വീട്ടിൽ ആഘോഷിച്ചു, ട്യൂഷനിൽ ആഘോഷിക്കും, ശനിയാഴ്ച ആഘോഷിക്കും. അപ്പം എത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ബ്ലോഗ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമുക്കൊരു അറിയിപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ 95% ആൾക്കാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കണ്ട് വ്യൂസ് കൂട്ടിയിട്ട് പോകണം. വ്യൂസ് കൂട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത്. നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്, ക്യാമറ ഇല്ല, ഫോൺ മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നു, ഒറ്റയ്ക്ക് ചെയ്യുന്നു. മാമൻ്റെ ചെറിയൊരു സപ്പോർട്ട് അത് മാത്രം. അല്ലാതെ നമ്മൾ വേറെ ആരെയും സഹായിച്ചിട്ടില്ല, സഹായിക്കത്തുമില്ല നമ്മൾ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കൈ തന്നെ എടുത്ത് അമർത്തിയാൽ പോലും വേറെ ഒന്നും ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ വീഡിയോ തുടങ്ങിയതിന് ശേഷം നമ്മളെല്ലാവരെയും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളെല്ലാവരും വീഡിയോസും ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളും നമ്മളെ ഫോളോ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. പ്ലീസ് ഗൈസ്, നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ കുഞ്ഞ് 2 മുഖങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്തേ പറ്റൂ. നിങ്ങൾ പ്ലീസ്